അല്പന ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിയിൽ കുട പിടിക്കും എന്നൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? എന്താ അങ്ങനെ പറയുന്നതെന്നറിയാമോ? ഒന്നുമില്ലാത്തടത്ത് നിന്ന് ഒരു സുപ്രഭാതത്തിൽ എല്ലാം കിട്ടി, സൗഭാഗ്യങ്ങളെല്ലാം കിട്ടി വരുമ്പോൾ അയാൾ മതിമറന്നു പോകും. രാത്രി അത് പകലെന്നൊക്കെ അറിയാത്ത ഒരു മാനസികാവസ്ഥയിലായിപ്പോവും. അർദ്ധരാത്രിയിൽ കുട പിടിക്കുന്നത് അല്ലേ? മഴയാണോ വെയിലാണോ എന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥ. അങ്ങനെ ചില മനുഷ്യജന്മങ്ങളുണ്ട് നമ്മളുടെ കൂട്ടത്തിൽ. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ജീവിതത്തിലുണ്ടായിട്ടുണ്ടോ? എനിക്ക് പലതവണ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പറയാം എന്ന് വെച്ചാൽ, ഇവരുടെ കയ്യിൽ നമ്മൾ എന്തെങ്കിലും സഹായം ചോദിക്കുകയാണെങ്കിൽ മുഖത്തടിച്ചത് മതി, ഇല്ല എന്നങ്ങ് പറഞ്ഞേക്കും. ഇല്ല, അതിപ്പോൾ ആരുടെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇല്ല എന്നങ്ങ് പറയും. അവരുടെ കയ്യിലുണ്ടെങ്കിലും അവരുടെ മക്കളുടെ കയ്യിലാണെങ്കിലും ചോദിക്കട്ടെ എന്നൊരു വാക്ക് അവർക്കില്ല. ഇല്ല, യോ ഞാൻ ഇടപാടണമെന്നില്ല എന്നൊരൊറ്റ മുഖത്തടിച്ച മാതിരി പറയാം. ആ കേൾക്കുന്നയാൾക്ക് ആ സമയത്തുണ്ടാകുന്ന ഒരു മനോവികാരം എന്തായിരിക്കും? ചോദിച്ചു പോയല്ലോ, വേണ്ടായിരുന്നു തോന്നത്തില്ലേ? ഇല്ലേ? പലപ്പോഴും എനിക്കങ്ങനെ അനുഭവങ്ങളുണ്ട് കേട്ടോ ജീവിതത്തിൽ. റീസെൻ്റായിട്ടും ഉണ്ടായി. അതുകൊണ്ട് പറയാം, നമുക്ക് ഒരാവശ്യം വന്നിട്ട് ചോദിക്കുന്നതായിരിക്കും പല സഹായങ്ങളും. നമുക്ക് കൊടുക്കാൻ കുറച്ച് സമയം എടുക്കും. കുറച്ച് ദിവസത്തെ ഒരു പെട്ടെന്ന് നമുക്കത് കൊടുക്കാൻ പറ്റിയില്ല എന്ന് ഒരു കാലയളവുണ്ടാവും. പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. പക്ഷേ അത് മുഴുവനും കേൾക്കണമെന്നോ അല്ലെങ്കിൽ ഞാൻ അവരോട് മക്കളോട് ചോദിക്കട്ടെന്നോ ഒന്നും പറയത്തില്ല. പറ്റത്തില്ല, ഞാൻ ഈ ഇടപാടണമെന്നില്ല. ഇത് കേൾക്കുമ്പോൾ ആ ചോദിച്ചവരുടെ മനസ്സിലുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുണ്ടല്ലോ, പറയുന്നവർക്ക് അറിയണമെന്നില്ല. ചോദിച്ചു പോയല്ലോ എന്ന് വിചാരിക്കും, വേണ്ടായിരുന്നു, എന്തിനാ വെറുതെ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഈ പഴഞ്ചൊല്ലും അതുമായിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കൂ. ഇങ്ങനെയുള്ളവർ അല്പനൈശ്വര്യം എന്നാൽ അർദ്ധരാത്രിയിൽ കുടപിടിക്കുന്നവരാണ് അല്ലേ? അങ്ങനെയല്ലേ? അതുകൊണ്ടല്ലേ അവരങ്ങനെ പറഞ്ഞതും പെരുമാറുന്നതും. എന്താ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഒന്ന് ചിന്തിച്ച് നോക്കുക കേട്ടോ. ഇതുപോലെയൊക്കെ അനുഭവങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ശുഭദിനം ഇങ്ങനെ ആയിക്കോട്ടെ അല്ലേ? വളരെ വൈകി പോകുന്നല്ലേ, പല തിരക്കുകൾക്കിടയിലാണ് ആയിപ്പോയി. ഇങ്ങനെ എന്നാലും വരും.